നിയമസഭയിലേക്ക് പോകും. എന്തെങ്കിലും പറയാനുണ്ടോ? 18 ദിവസമായി ജയിൽവാസം. എന്തെങ്കിലും പറയാനുണ്ടോ? കുടിക്കാണോ? നമസ്കാരം. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. പത്രക്കാർ കുത്തി ചോദിച്ചിട്ടും ഇത് കള്ളക്കേസല്ലേ എന്ന് ചോദിച്ചിട്ടും നിയമസഭയിൽ ഹാജരാവുന്നില്ലേ എന്ന് ചോദിച്ചിട്ടും പുഞ്ചിരിച്ചുകൊണ്ട് കൂളായി അദ്ദേഹം കാറിൽ കയറിപ്പോയി. ഒരാളോടും മറുപടി പറഞ്ഞില്ല. ആ രംഗങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് മുതൽ അദ്ദേഹം ജയിലിൽ ഇറങ്ങുന്നത് വരെ അദ്ദേഹത്തിനെതിരെ നടത്തിയ ഗൂഢമായ അറസ്റ്റും ഇല്ലീഗലായ അറസ്റ്റും നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹം കേസിൽ വ്യക്തമായ തെളിവുകളുള്ള സംഭവമാണെന്നും ബലാത്സംഗമല്ലെന്നും തെളിയിക്കുന്ന കാര്യങ്ങൾ അടക്കം കൈവശം വെച്ച് അത് അഡ്വക്കേറ്റിന് എത്തിച്ചു കൊടുത്ത് കൃത്യമായ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് അദ്ദേഹം കൂളായിട്ടാണ് ജയിലിൽ പോയതെങ്കിൽ ചിരിച്ചുകൊണ്ട് ജയിലിൽ പോയി ചിരിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങി വന്നു. അതിന് കാരണം മാറുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൈവശം എല്ലാ തെളിവുകളുമുണ്ട്. ഈ പറയുന്ന യുവതി പറയുന്ന പ്രകാരമുള്ള ഒരു കാര്യവും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിലനിൽക്കില്ല. തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത്, ശാരീരിക ബന്ധത്തിലേർപ്പെട്ടത് എന്ന് പറയുന്നൊരു കാര്യം തെളിയിക്കുന്ന രേഖ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനായ ഫെനി നൈനാൻ്റെ കൈവശമുണ്ടായിരുന്നു. ഈ രേഖകൾ കോടതിയിൽ എത്തിയതോടെ 8 നിലയിലാണ് പൊട്ടിയത്. ഈ യുവതി തന്നെ അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ വളരെ ക്ലിയറായതും കൃത്യമായതുമാണ്. ഈ യുവതി 1 കൊല്ലം 9 മാസം മുമ്പ് നടന്ന സംഭവത്തിൽ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന സംഭവത്തിൽ 8/4/2024 നടന്ന സംഭവത്തിൽ 1 കൊല്ലം 9 മാസം കഴിഞ്ഞിട്ടാണ് ഒരു പരാതി കൊടുക്കുന്നത്. അതും മറ്റു സ്ത്രീകളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ടെന്ന് അറിഞ്ഞ മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ട് ആ യുവതി പെരുമാറാൻ തുടങ്ങിയത്. പിന്നെ ആ യുവതിയെ പിണറായി വിജയൻ ഉപയോഗിക്കുകയായിരുന്നു, പി ശശി ഉപയോഗിക്കുകയായിരുന്നു. വൈരാഗ്യം തലയുമൂത്ത് നിൽക്കുന്ന ആ യുവതിയുടെ ഏതൊക്കെ തരത്തിലാണ് ഇവർ പെരുമാറിയത് നമുക്കറിയില്ല. എന്നിരുന്നാലും അവർക്ക് എന്തെങ്കിലും പൈസ വാഗ്ദാനം ചെയ്തോന്നോ അറിയില്ല. എന്തായാലും സരിതാ നായരുടെ മറ്റൊരു പതിപ്പായി ഈ യുവതി മാറി എന്നുള്ളതാണ് സത്യം. ആ യുവതിയുടെ ജീവിതം ഇപ്പോൾ കട്ടപ്പകയായി ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഭർത്താവായ ഡോക്ടർ അദ്ദേഹം ലേഡിയെ വിട്ടുപോയി. ഇപ്പോൾ ആകെ കടന്ന് മുകളിൽ താഴേക്ക് നോക്കിയിരിക്കുന്ന കരയുകയാണ് ആ യുവതി. കാരണം ഒരു കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് സമീപിച്ച യുവതിയാണ് അവർ. പിണറായി വിജയനും പി ശശിയും പറയുന്നത് കേട്ട് അവർ എഴുതി കൊടുത്ത പരാതി അതേപോലെ വിഴുങ്ങി അതേപോലെ കൊടുത്ത് അവസാനം വെട്ടിൽ വീണത് ആരാണ്? ആ യുവതിയാണ്. എന്തായാലും ഇപ്പോൾ ആ അറസ്റ്റിനെ സംബന്ധിച്ചുള്ള ഇന്നലെ ഞാൻ വളരെ വ്യക്തമായി കോടതി കണ്ടെത്തിയ കാര്യം എന്താണ്? ഈ യുവതിയുടെ ഇഷ്ടപ്രകാരമാണ് 2024 ഏപ്രിൽ 8-ാം തീയതി തിരുവല്ലയിലെ ഹോട്ടൽ റൂമിൽ 408-ാം നമ്പർ റൂമിൽ വെച്ച് സ്വയം ആ കിടപ്പറ പങ്കിട്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തുമായി വല്ലാത്ത അഭിനിവേശം വരികയും കിടപ്പറ പങ്കിടണമെന്ന് അവർ ആഗ്രഹിക്കുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ബലാത്സംഗം ചെയ്തോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം വെളിപ്പെടുത്തിയില്ലെങ്കിലും ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞായതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് ബലാത്സംഗം ചെയ്തോ എന്നാണ് ഇതിനകത്ത് വളരെ കൃത്യമായി പറയുന്ന കാര്യം. രാഹുൽ മാങ്കൂട്ടം അവരുമായിട്ടുള്ള ശാരീരിക ബന്ധം പുലർത്തിയത് ആ യുവതിയുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നാണ് വളരെ കൃത്യമായി ഈ ഇതിൽ പറഞ്ഞത്. അതാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടം ഈ യുവതിയുമായിട്ടുള്ള ബന്ധം ആ യുവതിയുടെ താല്പര്യപ്രകാരമായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്നലെ വായിച്ചത്. ആ വായിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അടുത്ത പോയിന്റ് എന്താണ്? ഈ കാര്യത്തിൽ ഈ അറസ്റ്റ് ചെയ്തത് നിയമപരമാണോ അല്ലേ? അറസ്റ്റ് ചെയ്തതെല്ലാം ഇല്ലീഗലാണ്. ആ ഇല്ലീഗലാണെന്ന് ഏറ്റവും ആദ്യം വിളിച്ചു പറഞ്ഞ ക്രൈമാണ്. ആദ്യത്തെ വീഡിയോ, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ക്രൈം ഇതിനെക്കുറിച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയന്റെ താല്പര്യപ്രകാരമാണെന്നും അല്ല നിയമവിരുദ്ധമായിട്ടാണ് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തോട് ചെയ്ത് വളരെ ക്രൂരമായ നടപടിയാണെന്നും ഒരു MLA ആയിട്ട് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാകാതെയാണ് പോലീസ് കളിച്ചതെന്നും കൃത്യമായി തന്നെ എന്നെ ഇൻഫോം ചെയ്യുകയുണ്ടായി. മാത്രമല്ല ഈ കേസ് നിലനിൽക്കാൻ യാതൊരു സാധ്യതയില്ലെന്നും എന്നെ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് ശബ്ദം ഉയർത്തിയ ആള് ഞാനാണ്.
രാഹുൽ മാങ്കുട്ടം ശരിയായ കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട മര്യാദകൾ എന്താണ്? സമൂഹത്തിൽ എല്ലാവരുടെയും മാതൃകയായി മാറണം. എല്ലാ പെൺകുട്ടികളോടും സ്നേഹം നടിക്കുക, അവരെ കല്യാണം കഴിക്കുക എന്ന് പറയുക, സെക്ഷലി ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ്. അവരെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ വരാൻ പാടില്ല. പക്ഷേ ഇവിടെ ചോദ്യം ഇതാണ്, ഈ കേസ് നിലനിൽക്കോ ഇല്ല എന്നുള്ളതാണ്. ഒന്നാമത് കേസ് നിലനിൽക്കില്ല. രണ്ടാമത്തെ, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് 100% നിയമവിരുദ്ധമാണെന്ന് ക്രൈം പറഞ്ഞത് അതേപടി കോടതി പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും കോടതി ഞെട്ടിച്ചിരിക്കുക നമ്മയൊക്കെ. കാരണം പല കോടതി വിധികളിലും നമ്മൾ സംതൃപ്തരാവാറില്ല. കാരണം നമ്മളെ മുന്നിലുള്ള തെളിവുകൾ കൃത്യമായി പരിശോധിക്കാതെ കൃത്യമായി കോടതി വിധികൾ തയ്യാറാക്കുന്ന മജിസ്ട്രേറ്റ്മാരെയും അല്ല ജഡ്ജിമാരെയൊക്കെ നമുക്കറിയാം. ഏറ്റവും തെളിവ് എന്താണ്? ഈ കേസിൽ ആദ്യം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ ഈ കാര്യം ഒന്നും പരിഗണിച്ചില്ല. ഇത് ബലാത്സംഗമാണോ അല്ലെന്ന് ആദ്യം പരിശോധിക്കേണ്ട ആ കോടതിയാണ്. പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗമാണോ അല്ലെന്ന് പരിശോധിക്കാവുന്ന എല്ലാ തെളിവുകളും പ്രതിഭാഗത്ത് നിന്ന് ഹാജരാക്കി, മാത്രമല്ല വാദിഭാഗം ഹാജരാക്കിയ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഇത് കെട്ടിച്ചമച്ച കേസാണെന്നുള്ളത്. ഇവിടെ എന്നാൽ സെഷൻസ് ജഡ്ജ് വളരെ ഗൗരവമായി, സുപ്രീം കോടതിയിൽ പോലെ നടക്കുന്ന പോലെ വളരെ കൃത്യമായി കേസിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ ഡോക്യുമെന്റും പരിശോധിച്ച് കൃത്യമായി വിധി പറഞ്ഞിരിക്കുന്നു. നമ്മളെ ഞെട്ടിക്കുന്ന വെച്ചാൽ എല്ലാ കോടതികളും അങ്ങനെ ചെയ്യാറില്ല എന്നാണ്. നമ്മളൊക്കെ വിഷമപ്പെടുന്ന ഒരു കാര്യം അതാണ്. പല കോടതികളിലും വരുന്ന വിധികൾ വളരെ വേഗമായിട്ട് എന്തോ ചെയ്തു കൂട്ടുകയാണ് ചെയ്യുന്നത്. വസ്തുക്കൾ പഠിക്കില്ല. അതിന്റെ പേരിൽ ഇതിനെ നിയമം ഒരു 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നാണ് ആപ്തവാക്യം ജുഡീഷ്യറിയിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് നിരപരാധികളാൾ ജയിലിൽ കടത്തുന്നതിന് ഉത്തരവാദിത്വം കൂടി കോടതിയുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഫസ്റ്റ് ഡേ തന്നെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സെഷൻസ് കോടതിയുടെ വിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മജിസ്ട്രേറ്റ് കോടതി ഗുരുതരമായി പിഴവ് വരുത്തിയിരിക്കുന്നു. അവരുടെ വിധി ഇല്ലീഗലാണ് എന്ന് ക്രൈം ഉറക്കെ വിളിച്ചു പറഞ്ഞത് 100% സത്യമാണ് തെളിയുന്ന വിധിയാണ് ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്നും എൻ ഹരികുമാർ സെഷൻസ് ജഡ്ജ് സെഷൻസ് കോർട്ട് പത്തനംതിട്ടയിൽ വന്ന ജഡ്ജ്മെന്റിന്റെ സുപ്രധാന ജഡ്ജ്മെന്റ് എന്ന് ഞാൻ പറയാൻ പറ്റും. ഇത്തരം ജഡ്ജിമാരെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ പത്തനംതിട്ട സെഷൻസ് ജഡ്ജ് ശ്രീ ഹരികുമാറിനെ പ്രശംസിക്കുകയാണ്. കാരണം അത് അദ്ദേഹത്തോട് പേഴ്സണൽ അല്ല, അദ്ദേഹത്തിന്റെ വിധി വസ്തുതകൾ പഠിച്ച് കൃത്യമായ അസസ്മെന്റ് ചെയ്ത് നിയമപരമായ വിധിയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗമല്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറയാൻ പോണത് ഇത് ബലാത്സംഗം ആണെന്നുപരി അല്ലാന്നുപരി അറസ്റ്റ് ചെയ്തതും ഇല്ലീഗലാണ് എന്നുള്ളതാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. ഇന്നലെ പറഞ്ഞ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധത്തിന് പോയത് എന്ന് പറയുന്നതിന് ആ വരികൾ വായിച്ച് നമുക്ക് അടുത്ത വരികൾ കിടക്കാം. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ സർവൈവർ ഫർദർ ഡിസ്ക്ലോസസ് ദാറ്റ് ഷീ ഹാഡ് വളണ്ടറിലി മെറ്റ് ദ നിർബന്ധപൂർവ്വം കണ്ടു മെറ്റ് ദ പെറ്റീഷണർ ഫോർ എ പ്രൈവറ്റ് ഇന്ററാക്ഷൻ. സ്വകാര്യമായ നിമിഷങ്ങൾക്ക് വേണ്ടി നിർബന്ധപൂർവ്വം നിർബന്ധിച്ചിട്ടാണ് അവരെത്തിയത്. നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് ദ ഫാക്ട് ദാറ്റ് they had never met earlier in person. Their acquaintance was confined only to communication through social media, telephonic conversation and WhatsApp message. അതായത് ഈ പെൺകുട്ടി ഒരാളുടെ ഭാര്യ രാഹുൽ മാങ്കൂട്ടത്തിന് നിർബന്ധപൂർവ്വം കാണാൻ വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് റൂം എടുത്ത എല്ലാം അവരാണ് എന്നാണ് പറയുന്നത്. അവരുടെ ടെലിഫോണിക് കോൺവെർസേഷൻ, സോഷ്യൽ മീഡിയയിലെ ബന്ധങ്ങൾ വഴി മാത്രമായിരുന്നു ബന്ധമുണ്ടായിരുന്നു. എന്നിട്ടും ഫസ്റ്റ് കാണാൻ വേണ്ടിയ മുൻകൈ എടുത്തത് ആ പെൺകുട്ടിയാണ്. വിദേശത്തുള്ള പെൺകുട്ടിയല്ലേ വെച്ചെങ്കിൽ ഇതിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത്തരം പരിപാടിക്ക് അവർ വന്നത് എന്നോർക്കണം. എന്നിട്ട് അവരെ കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അത് ആദ്യത്തെ. അടുത്തത് 12ാമത്തെ പോയിന്റ്, 12ാമത്തെ പേര. ഇതിനകത്ത് പറയുന്നത് 8ാമത്തെ പേജിൽ 12ാം പേര പറയുന്നത് ഇങ്ങനെയാണ്. The learned counsel for the petitioner vehemently argued that the arrest and detection of the petitioner are per se illegal on the premise that the mandatory requirements under section 41 and 50 of the Code of Criminal Procedure 1973, section 35 and 47 of the Bharatiya Nagarik Suraksha Samhita 2023 were not compelled with, thereby violating the right guaranteed under Article 22 of the Constitution of India. അതായത് CRPCയിലെ 41-50 പ്രകാരമുള്ള ഒരു അറസ്റ്റ് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് നടന്നത്. അതായത് ഇപ്പോഴത്തെ BNSSലെ 35-47 പ്രകാരമുള്ള
കാര്യങ്ങൾ, അതായത് ഒരു പൗരാവന്റെ അവകാശമാണ് ഭരണഘടന അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 22 പ്രകാരമുള്ള ഗ്യാരണ്ടീഡായ മാൻഡേറ്ററി ആയിട്ടുള്ള അതാണ് പോലീസ് വയലേറ്റ് ചെയ്തത്. അക്കോർഡിംഗ് ടു ദ ലേൺഡ് കൗൺസിൽ ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് വെർ നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പെറ്റീഷണർ thereby violating the arrest of as illegal, വിഷ്ലേറ്റിംഗ് ദ അറസ്റ്റ് ആസ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടം എന്തിനാണ്, ഏത് ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ, ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തൊക്കെ വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം കൃത്യമായി അറിയിക്കേണ്ടതായിരുന്നു. അങ്ങനെ കാര്യം അറിയിച്ചിട്ടില്ല. അത് എഴുതി കൊടുക്കണം, വെറുതെ പറഞ്ഞാൽ പോരാ. ഏറ്റവും പ്രധാന പെർ കോൺട്ര ദ ലേൺഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ emphatically argued that there was no procedure non-compliance in the case in hand. It was submitted. എന്നാലേ ഈ പ്രോസിക്യൂട്ടർ പറഞ്ഞ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. It was submitted that after taking the petitioner into custody from a hotel Palakkad, he was brought to Thiruvananthapuram prior to being produced before the judicial court. Jurisdictional court where his arrest was formally recorded. Arrest documents were prepared and the grounds of arrest were furnished to him, which according to the prosecution the petitioner refused to acknowledge. അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷം നേരെ തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്, ഏത് സ്ഥലത്താണോ അറസ്റ്റ് ചെയ്തത് അവിടുത്തെ കോടതിയിൽ ഹാജരാക്കി അവിടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യണം, അറസ്റ്റ് ഡോക്യുമെന്റ്സ് അവിടെ ഹാജരാക്കണം, ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഫർണിഷ് ചെയ്യണം, കൊടുക്കണം. വിച്ച് അക്കോർഡിംഗ് ടു ദ പ്രോസിക്യൂഷൻ ദ പെറ്റീഷണർ റിഫ്യൂസ്. പ്രോസിക്യൂഷൻ പറഞ്ഞ എന്താ, ഇതൊക്കെ തന്നെ പെറ്റീഷണർ റിഫ്യൂസ് ചെയ്തു. അതായത് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വാങ്ങാൻ റിഫ്യൂസ് ചെയ്തു എന്നാണ്. പക്ഷെ കോടതിയിൽ ഹാജരാക്കുന്നതിന് എന്താണ് പ്രശ്നം? പാലക്കാട് നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡി എടുത്ത പോലീസ് കസ്റ്റഡിയിലാണ്. നേരെ പാലക്കാട് കോടതി കൊണ്ടാണ്. എവിടുന്നാണോ അറസ്റ്റ് ചെയ്തത് അവിടുത്തെ കോടതി കൊണ്ടുപോയി ഹാജരാക്കണമെന്നാണ് കോടതി ഇതിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും പല സ്ഥലത്തുനിന്നും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരെ നേരെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അത് പോരാ, ആ ജൂറിഡിക്ഷൻ തന്നെയുള്ള കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. പാലക്കാടുള്ള കോടതിയിൽ തന്നെ ഹാജരാക്കണമെന്നാണ് പറഞ്ഞത്. എവിടുന്നാണോ അറസ്റ്റ് ചെയ്തത് അവിടെ തന്നെ കോടതി ഹാജരാക്കിയിട്ട് വേണം അടുത്ത ഇതിലേക്ക് കൊണ്ടുപോകേണ്ടതെന്നാണ് പറഞ്ഞത്. ടു ബട്രസ് ദ കണ്ടൻഷൻ റിഗാർഡിംഗ് ഇല്ലീഗാലിറ്റി ഓഫ് അറസ്റ്റ്, the Land Council for the petitioner placed reliance Vihan Kumar versus State of Haryana and Prabir Purkayasa versus State of Delhi. ഈ അതായത് വിഹൻ കുമാർ സ്റ്റേറ്റ് ഓഫ് ഹരിയാനയുടെയും അതേപോലെ പ്രബീർ പുർക്കായ്സ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹിയുടെയും സുപ്രധാന വിധിയുണ്ട് സുപ്രീം കോടതിയുടെ. ആ വിധിയിൽ പറയുന്ന അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചില്ല എന്നും അറസ്റ്റ് ഇല്ലീഗലായിട്ടാണ് എന്നതാണ് അഡ്വക്കേറ്റ് ശാസ്ത്രമംഗൽ അജിത് കുമാർ വാദിച്ചത്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് it is opposite to avert to hear the legal incidents and joining section 50 of the CRPC, section 47 of BNSS, section 50 of the CRPC mandates that every police officer arresting a person without warrant shall forthwith communicate to him the full particulars of the offence for which he is arrested or the grounds of such arrest. അതായത് സെക്ഷൻ 50 പ്രകാരമുള്ള CRPC പ്രകാരം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പോലീസ് ഓഫീസർ ചെയ്യേണ്ടത്. അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ വരുമ്പോൾ കൃത്യമായിട്ട് ഏത് കേസിലാണ്, ഒഫൻസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ഗ്രൗണ്ടുകളെല്ലാം കൃത്യമായി കൊടുത്തിരിക്കണം. ഇൻ വിഹൻ കുമാർ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് റെഫറിംഗ് ടു പങ്കജ് ബൻസാൽ വേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ, പങ്കജ് ബൻസാൽ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ വിധിയിൽ പറയുന്നുണ്ട്, ദ ഹോണറബിൾ അപ്പെക്സ് കോർട്ട് ഒബ്സർവ്ഡ് ദാറ്റ് Section 50 CRPC underscores the requirements of communicating the full particulars of the offence and clarified that expression other grounds such arrest occurring in Section 50 is distinct from the grounds contemplated under Articles 22(1) of the Constitution. കോൺസ്റ്റിറ്റ്യൂഷന്റെ 22(1) പ്രകാരമുള്ള അനുച്ഛേദ പ്രകാരം സെക്ഷൻ 50 നിർബന്ധമായിട്ടും അതർ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൃത്യമായി രേഖപ്പെടുത്തി പ്രതിക്ക് നൽകിയിരിക്കണമെന്ന് സെക്ഷൻ 50 CRPC പ്രകാരം നടത്തിയിരിക്കണമെന്ന് കൃത്യമായി വിധിച്ചിട്ടുണ്ട്. ഇൻ പ്രബീർ പുർക്കായസ ദ
Honorable Supreme Court drew a clear distinction between the reasons for arrest as contemplated under Section 41 CRPC and grounds of arrest required to be communicated under Section 50 CRPC. 50 CRPCയും 41 CRPCയും പറയാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് നിർബന്ധമായി കൊടുത്തിരിക്കണമെന്നുള്ള അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടതാണെന്ന് രേഖപ്പെടുത്തി. It was explained that the reasons for arrest ordinarily reflected in the arrest memo relate to general parameters such as the necessity for custodial interrogation, prevention of other offences, prevention of tampering with evidence, likelihood of influencing witness, or possibility of absconding. അതായത് റീസൺസ് ഓഫ് അറസ്റ്റ് ഈ അറസ്റ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് അറസ്റ്റ് ഇതിൻ്റെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണോ, അതേപോലെ ഈ വകുപ്പുകളിൽ നിന്നുള്ള എവിഡൻസ് അദ്ദേഹം നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ, ആരെങ്കിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും കോടതിക്ക്. ഓൺ ദ അതർ ഹാൻഡ്, ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കോംപ്രൈസ് ദ ബേസിക് ഫാക്ച്വൽ allegations and materials in possession of arresting officer of the arresting which necessitated the arrest. With such grounds must be communicated in writing to enable the arrested person to effectively oppose custodial remand and seek bail. അതായത് ഇത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ആണ്, ആർക്ക് പ്രതിക്ക് റൈറ്റ് ആണ്. ഇത്തരം ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അറസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ അത് ബെയിലിന് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കാനും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. The Honorable Supreme Court further held that the grounds of arrest are personal to the accused and cannot be equated with the reasons of arrest which are general in nature. അതായത് ഈ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിന്റെ കാര്യത്തിൽ പേഴ്സണൽ കാര്യമാണ്, അക്യൂസിന് അവകാശപ്പെട്ടതാണ്. അത് റീസൺസ് ഓഫ് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാക്കാവുന്നതല്ല. വിച്ച് ആർ ജനറൽ, അത് ജനറലാണ്, നാച്ചുറൽ. ഇൻ ദ കേസ് ഇൻ ഹാൻഡ്, ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് പെർഫോമ under the heading detailed grounds and reasons of arrest, the arresting officer enumerates that the petitioner may influence or intimidate witness, may cause evidence to disappear, that custodial interrogation is necessary, that he is involved in 2 other crimes alleging similar offences, that he may abscond, that there is a possibility of a cyber harassment of the victim, and that he is a habitual offender. ഇപ്പോഴുള്ള കേസിൽ പ്രിസ്ക്രൈബ് പെർഫോമയിൽ പറയേണ്ടിരുന്നത് ഡീറ്റെയിൽഡ് ഗ്രൗണ്ട്സ് ആൻഡ് റീസൺസ് ഓഫ് അറസ്റ്റിൽ പറയേണ്ടിരുന്നത് പെറ്റീഷണർ ഇന്റിമിഡേറ്റ്, ഭീഷണിപ്പെടുത്താം വിറ്റ്നസിനെ, കോസ് എവിഡൻസ് ഡിസപ്പിയർ ചെയ്യാം, എവിഡൻസ് നശിപ്പിക്കാം, കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമാണ്, അതർ 2 കേസുകളിൽ പ്രതിയാണ്, അബ്സ്കോണ്ട് ചെയ്യാം, പോസിബിലിറ്റി സൈബർ ഹറാസ്മെന്റ്, വിക്ടിമിനെ സൈബർ ഹറാസ്മെന്റ് നടത്താം തുടങ്ങിയുള്ള ഹാബിച്വൽ ഒഫൻഡറാണ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് അതിൻ്റെ അകത്ത് പറയാൻ പറ്റുമായിരുന്നു. ആസ് സ്ക്രൂട്ടിനി ഓഫ് ദീസ് അസർഷൻസ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലോ ലെയ്ഡ് ബൈ പ്രബീർ പുർക്കായ്സ would indicate that they constitute reasons for arrest, not the grounds of arrest as envisaged under Section 50 of the CRPC, because they did not disclose the factual particulars of the accusation. ഈ കുറ്റത്തിൻ്റെ അടിത്തട്ടിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താതെ കൃത്യമായി ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റും റീസൺസ് ഓഫ് അറസ്റ്റും കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൽ കോടതിക്ക് വളരെ സഹായകമായിരിക്കും. അത് അവരുടെ അവകാശമാണ്, ആരുടെ ഈ പറയുന്ന പ്രതിയുടെ അവകാശമാണ് എന്നാണ് പ്രബീർ പുർക്കായ്സയിൽ പറഞ്ഞിട്ടുള്ളത്. Therefore, as rightly argued by the learned counsel for the petitioner, the grounds of arrest were not communicated to the petitioner in the manner mandated by law. നിയമപ്രകാരമുള്ള ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൃത്യമായി കൊടുത്തിട്ടില്ല പോലീസ്. ഇത് ഈ കേസിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്ന് കോടതിയിൽ പെറ്റീഷണർ വായിച്ചു. On that account, it is apparent that the arrest of petitioner did not strictly comply with the mandatory requirements under Section 50 of the CRPC. ഇവിടെ പറയാവുന്ന ഒരു കാര്യം, വളരെ വ്യക്തമായി പറയാവുന്ന കാര്യം, ഈ അറസ്റ്റിൽ CRPC 50 പ്രകാരമുള്ള, അതായത് BNSS 47 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പോലീസ് നടത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ പോലീസുകാരൻ ഡിസ്മിസ് ചെയ്യണമെന്നാണ്, അത്തരം പോലീസുകാരെ ഡിസ്മിസ് ചെയ്യണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ആളുകളെ പോലീസ് സേനയിൽ നിർത്താൻ പറ്റില്ല. മാത്രമല്ല, ഈ ഇല്ലീഗൽ അറസ്റ്റിനെതിരെ നിയമ നടപടി, നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം,
അതേപോലെ കേസിൽ തിരിച്ച് കേസ് കൊടുത്താൽ ഈ പോലീസുകാരെ അറസ്റ്റ് ചെയ്യാം. ഇനിയും കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പറയുന്നുണ്ട്. ഇത് സുപ്രധാന വിധിയാണ്. ഇതൊരു വളരെ ഇത്തരം കേസുകളിൽ പെടുന്ന ആളുകൾക്ക് നാളെ ഉപയോഗിക്കാവുന്ന കാര്യമാണ് ഈ ജഡ്ജ്മെന്റ്. വളരെ സുപ്രധാനമായ ഒരു ഓർഡറാണ് പത്തനംതിട്ട സെഷൻസ് കോടതിയുടെ എന്താ പറയാൻ പറ്റും. എന്നാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറയാം. കാരണം ഇത് ഓരോ ഭാഗങ്ങളും ഓരോ പേരെയും നമ്മൾ പഠിച്ചു വെക്കേണ്ട, ഓരോ പൗരനും പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം പിണറായി വിജയന്റെ ഭരണകാലത്ത് ആരെയും കള്ളക്കേസിൽ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാമെന്നിരിക്കെ ഇത്തരം അറസ്റ്റുകളെല്ലാം ഇല്ലീഗൽ ആയതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ കേസ് എങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. അത് കൃത്യമായി കോടതിയിൽ പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഗ്രൗണ്ടിൽ തന്നെ ജാമ്യം കിട്ടും എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇത് ഒരു ഗ്രൗണ്ട് കൂടിയായി മാറുകയാണ്. പോലീസിനെ നഖശികാന്തം കൊന്നിരിക്കുകയാണ് ആര് കോടതി. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ വലിച്ചു കയറി ഒട്ടിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും.